അതിനടിയിൽ വെള്ളം. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പെൻഡൽ ഹില്ലിലാണ്. അപ്പോൾ ചെറിയൊരു ഹൈക്ക് ചെയ്യാൻ വന്നേക്കുവാണ്. മഴ പെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഈ റൂട്ട് മുകളിലോട്ട് കയറിയതിന് ശേഷം ഇവിടുന്ന് ഈ റിഡ്ജ് പിടിച്ച് നമ്മൾ ഇങ്ങനെ പോയി ആ അറ്റത്തായിട്ടാണ് സമ്മിറ്റ് വരുന്നത്, ഈ മുകളിലത്തായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, കയറി നോക്കാം. ചെറുതായിട്ട് സ്കീഡോടെ അത്ര ഒന്നുമില്ല, അതെന്റെ പത വന്നു. കൊള്ളാം, പക്ഷെ മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു. മഴ പൊടിയുന്നുണ്ട് ഇപ്പോ, പക്ഷെ വെതർ നോക്കിയപ്പോ 20 to 30% മഴ കാണിച്ചോളൂ. ഇന്റർവെൽസ് ആയിരിക്കും. കുറച്ചും കൂടെ ഉണ്ട്, മുകളിൽ വരെ എത്താനുണ്ട്. ഏറ്റവും മുകളിൽ കോട കയറാൻ തുടങ്ങുന്നുണ്ട് ഈ സൈഡിൽ നിന്നല്ല, പൊടി മഴയും ഉണ്ട്. അപ്പോൾ മുകളിൽ ക്ലിയർ ആയിരിക്കുമെന്നൊന്നും അറിയില്ല. നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമാണ്, പക്ഷെ ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് കയറാനായിട്ട്. സോ കുറച്ച് സുഖം. മുകളിലെന്താ അവസ്ഥ എന്ന് മുകളിൽ ചെല്ലുമ്പോൾ പറയാം. നമ്മളങ്ങനെ ആ മല കയറി സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ഇവിടെ ഇപ്പോൾ ഫുള്ള് കോട, ചുറ്റിനും കോട. ഒന്നും കാണില്ല. ഇനി ഇതിൻ്റെ സമ്മിറ്റ് എവിടെയാന്ന് ഈ കോടയുടെ ഇടയിൽ കണ്ടുപിടിക്കണം. നമുക്ക് തിരിച്ചിറങ്ങാനായിട്ട് വേറെ റൂട്ട് നോക്കണം. നല്ല മഴയുണ്ട്, നോക്കണം. പെൻഡൽ ഹില്ലിൻ്റെ സമ്മിറ്റ് എത്തിയിരിക്കുകയാണ്. കൃപ അങ്ങ് ബാക്കിൽ വരുവാ. നോക്കി 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 കൊണ്ടു, അതിനടിയിൽ വെള്ളം. വെള്ളം കെട്ടി കിടക്കണുണ്ട്.
നൈസായിട്ട് കിടക്കുക. ഇവിടെ എല്ലാം വെള്ളം കട്ട പിടിച്ച് കിടക്കാണ്, ക്രിസ്റ്റലൈസ് ആയി കിടക്കുവാണ് ഇവിടെ കട്ട പിടിച്ച്. അപ്പോൾ മിനിമം ഒരു -2 ഉണ്ടാവും ഇവിടെ ഇപ്പൊ. യെസ്, ഐ തിങ്ക് സോ. ശരി. മുകളിൽ ഇപ്പൊ ഇവിടെ ടെമ്പറേച്ചർ നല്ലോണം താന്നു തോന്നുന്നു. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇവിടെയൊക്കെ ദേ ഇന്നലത്തെ ഐസ് ഒന്ന് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ആ സമ്മിറ്റ് സ്റ്റോണിന്റെ ചുറ്റിനും മറ്റേ ഫോസിലൊക്കെ കിടക്കുന്ന പോലെ കല്ലിനകത്ത് ഓരോരോ അതിനെന്താ പറയാ സിംബൽസും സാധനങ്ങളും, സ്റ്റാർ കോൺസ്റ്റലേഷൻസ് ഒക്കെ പോലെ. ഇതില് പോകണമെങ്കിൽ ഒരു റിസർവോയറോ ലേക്കോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നണം. ചുറ്റിക്കറങ്ങി പോണം. യെസ്, ഞങ്ങളപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് ഓർത്ത്, ഒരു എനർജി ബ്രേക്ക്. മുട്ടയുണ്ട്. ആഹാ, മുട്ടയും ഉണ്ടോ? കഴിക്കുന്നത് എൻ്റെ അമ്മ കണ്ടാ പറയാം, ഉണ്ണി കഴിക്കും. ഞാൻ പണ്ട് തൊട്ട് ഉണ്ണി കഴിക്കില്ല ഗൈസ്, അപ്പൊ ഇപ്പഴാ കഴിക്കാൻ തുടങ്ങി. മുട്ട കഴിച്ചപ്പോ പവറായി, ഇനിയിപ്പോ തുടങ്ങാം. പറഞ്ഞിറങ്ങാം. തിരിച്ചുള്ള വഴി ഇത്തിരി കല്ലും മുള്ളും നിറഞ്ഞിരിക്കുന്ന വഴിയാ, നല്ല ചെളിയും. എന്നാമോ അവിടെ ഒരു ലേക്കോ റിസർവോയർ എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ്. യെസ്, അവിടത്തോളം എത്തി. കാലാവസ്ഥ പിന്നെ മാറി, ഇനി മഴ പെയ്യുന്നു തോന്നുന്നു. ആകെ മൂടി. അവിടെ ആയിട്ട് ഒരു വുഡ്സ് ഉണ്ട് അവിടെ അറ്റത്തായിട്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല ഈ കാണുന്നത്. അപ്പോൾ ആ വുഡ്സിൻ്റെയൊക്കെ സൈഡിലോട്ടായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് എത്തണം. വലിയ മതിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെളിയാണ് അവിടെ. ഇല്ലില്ല, അവിടെ നിന്ന് സൈൻ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്.
മേ ബി. അത് ആ വഴി വരും. നമുക്ക് നോക്കാം, ഈ സൈഡിൽ കൂടെ പോകണമെങ്കിൽ റിസർവോയറിന് അങ്ങോട്ട് എത്താൻ പറ്റുമോ നോക്കാം. വാവ്, ഇവിടുന്ന് കിഡിലൻ വ്യൂ, കിഡിലൻ. ഇവിടുന്ന് വാവ്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞങ്ങള് മാത്രമേ ഉള്ളൂ എന്ന്. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി റിസർവോയറിന്റെ താഴത്തെത്തി. വാവ്, ഇത് നോക്കിയേ, അടിപൊളി. യെസ്, നമ്മളിനി ആ വുഡ്സിന്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു വഴിയിലോട്ടായിരിക്കും പോകുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈക്ക് കഴിഞ്ഞു. നിങ്ങളാരും പെൻഡൽ ഹില്ലിൽ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു അടിപൊളി ചെറിയൊരു വൺ ഡേ ഹൈക്ക് ചെയ്യാൻ പറ്റിയൊരു മൗണ്ടൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിയടിച്ച് റിസർവോയറൊക്കെ കണ്ട് കറങ്ങി വരാം. കുറേ വ്യത്യസ്തമായ സീനറീസ് ഉണ്ട്. അത് തന്നെ, നിങ്ങൾ ഓരോ സ്ഥലത്തോട്ട് എത്തുമ്പോൾ ഓരോ കാഴ്ചകളായിരിക്കും. അപ്പോൾ വെതർ നോക്കിയിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇപ്പോൾ സണ്ണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ മഴയോ ഇങ്ങനത്തെ വെതർ ആണെന്നുണ്ടെങ്കിൽ ഒരു റെയിൻ കോട്ട് കരുതുക, അത് വേറൊരു മൂഡാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.